ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ ഗംഗപ്രസാദ് പറയുന്നുണ്ട് വിക്രം ഇപ്പോൾ ഹോസ്പിറ്റലാണെന്ന കാര്യം രാഹുലിനോട് പറയാട്ടോ. രാഹുൽ പറയുന്നുണ്ട്, എന്നാൽ നമ്മുടെ പ്ലാനൊക്കെ പൊളിഞ്ഞു പോയല്ലോ ഗംഗെ, ആ വിക്രത്തിന് കൊണ്ട് ഒരു ഉപയോഗവും ഇല്ല എന്ന് പറയുമ്പോൾ ഗംഗപ്രസാദ് പറയുന്നുണ്ട്, അങ്ങനെ പറയല്ലെങ്കിലേ അവൻ നമ്മുടെ കൂടെ നിന്നതല്ലേ, അവന് ഏറ്റവും കൂടുതൽ ദേഷ്യം കല്യാണം എടുത്തും കാർത്തിക എടുത്തും തന്നെയാണ്. എനിക്ക് തോന്നുന്നത് ഈ കാര്യത്തിൽ അവൻ എവിടെയോ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട് എന്ന് പറയുമ്പോഴേക്കും രാഹുൽ പറയുന്നുണ്ട്, വേറെ എന്ത് തെറ്റ് പറ്റാനാ, അവൻ്റെ അച്ഛൻ്റെ കൂടെ പോയി കാണുമായിരിക്കും. ആ പ്രകാശനായിരിക്കും കിരണിനെയും കരണിനെയും കറക്റ്റായിട്ട് വിളിച്ചു പറഞ്ഞത് ഇവനെ ഉപദ്രവിക്കാൻ വേണ്ടി വരുന്ന കാര്യം. അങ്കിൾ പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നത്. അവൻ്റെ അച്ഛൻ തന്നെയാണ് അവനെ ചതിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അവൻ അവിടെ നിന്ന് പുറപ്പെട്ട സമയത്ത് അച്ഛൻ വിളിച്ചു പറഞ്ഞു കാണിക്കും കിരണിൻ്റെ അടുത്ത്, അതായിരിക്കും ഇത് സംഭവിച്ചതിന് കാരണം. എന്തായാലും നമ്മുടെ ശത്രുക്കൾ കരുത്തരാവണത് തന്നെയാണ് അങ്കിളെ നല്ലത്. കാരണം എന്താണെന്നറിയാമോ, അവരുടെ കരുത്ത് എത്രത്തോളം നമ്മൾ അറിഞ്ഞിട്ട് വേണം അവരോട് തിരിച്ച് പെരുമാറാനായിട്ട്. ഇപ്പം ഏറെക്കുറെ സ്റ്റെഫിക്ക് ആ കാര്യങ്ങളൊക്കെ അറിയാം. ഇനി സ്റ്റെഫി ആ രീതിയിൽ അവരോട് ഇടപെട്ടോളും. എന്തായാലും സ്റ്റെഫി ഉണ്ടല്ലോ അങ്കിള് പേടിക്കൊന്നും വേണ്ട, അവൾ പെൺപുലിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. എന്നാലും നമുക്ക് മാത്രം എന്താ അങ്കിളെ ഇങ്ങനെയൊക്കെ സംഭവിക്കണത്? അത് ഗംഗെ നിനക്ക് മനസ്സിലായില്ലേ, ആ കിരൺ അവൻ്റെ കൂടെ കല്യാണുള്ളത് കൊണ്ടിട്ടാണ് എപ്പോഴും അവൻ ഈ ഭാഗ്യം തുണയ്ക്കണത്. ആ കല്യാണി അവൾ എങ്ങനെയെങ്കിലൊക്കെ അവൻ്റെ ജീവിതത്തിൽ നിന്ന് പോയാലേ എനിക്ക് സമാധാനമാവുള്ളൂ. നിനക്കറിയാലോ എൻ്റെ മോളുടെ കാര്യം, അവളുടെ ജീവിതം എന്താകുമെന്ന് എനിക്കിനി അറിയില്ലടാ. ആ മനോഹർ എന്താണ് അമേരിക്കയിലേക്ക് പോകുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. അവൻ എങ്ങനെ അമേരിക്കയിൽ പോയിക്കണേ എൻ്റെ മോളാകെ വട്ട് പിടിച്ച് നടക്കും. ആ സമയത്ത് കല്യാണി കിരണക്ക ഒരു വല്ലാത്തൊരവസ്ഥയിലാവുകയാണെങ്കിൽ രണ്ട് വഴിക്കാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ കല്യാണിക്ക് എന്തെങ്കിലും അപകടം പറ്റുകയാണെങ്കിൽ എൻ്റെ മോൾക്ക് ചെറിയൊരു സമാധാനം കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കല്യാണി ഇല്ലാതാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് മാത്രമല്ല, കല്യാണി ഇങ്ങനെ ചാവുകയാണെങ്കിൽ കുഞ്ഞിന് ഒരു അമ്മയില്ലാതെ ആവുമല്ലോ. അതുപോലെ തന്നെ മനോഹർ അമേരിക്കയിലേക്ക് പോവുകയാണെങ്കിൽ സരിയുടെ മോൾക്കും ഒരു അച്ഛനില്ലാതെയാവും. അപ്പം കിരണും അതുപോലെ തന്നെ സരി ഒന്നിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മോൾക്ക് നല്ലൊരു ജീവിതം കിട്ടില്ലേ എന്ന് രാഹുൽ പറയുമ്പോഴേക്കും ഗംഗപ്രസാദ് പറയുന്നുണ്ട്, എൻ്റെ അങ്കിൾ ഇപ്പോഴും ഇതൊക്കെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും മോളെ കൊണ്ട് കിരണിനെ കെട്ടിക്കണമെന്നാണ് അങ്കിളുടെ പ്ലാന്. എന്തിനാ അങ്കിളെ ശത്രുവിനെ കൊണ്ട് മോളെ കെട്ടിക്കാൻ നിൽക്കുന്നത്? അതൊന്നും ശരിയാവില്ല. ഈ നാട്ടിൽ വേറെ എന്താ പയ്യന്മാരില്ലാഞ്ഞിട്ടാണോ അങ്കിൾ അത് ആലോചിക്കണത്? എടാ, ഞാൻ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് ആഗ്രഹിച്ചു പോയെന്നേ ഉള്ളൂ. ചെറുപ്പം മുതൽ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നല്ലോ അത്. എങ്ങാനും എൻ്റെ മോൾക്ക് കിരണിനെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, കല്യാണി കിരണി രണ്ട് വഴിക്കാവണം, അല്ലെങ്കിൽ കല്യാണി മരിച്ചു പോകണം, കിരണിനും കിരണിക്ക് അപകടം സംഭവിക്കണം. അതേ എൻ്റെ ആഗ്രഹമുള്ളൂ. അത് എന്തായാലും സ്റ്റെഫി സാധിച്ചു തരും അങ്കിളെ എന്ന് ഗംഗപ്രസാദ് പറയും കേട്ടോ. പിന്നീട് കാണിക്കണം മരിയേനെയും അതുപോലെ തന്നെ മനോഹറിനെയാണ്. അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മനോഹർ പറയുന്നുണ്ട്, എന്നാലും പാസ്പോർട്ട് കാണുന്നില്ലല്ലോ മോളെ, എന്നാലും അത് എവിടെയായിരിക്കും പോയിട്ടുണ്ടാവുക? എന്ത് പറയാനടാ, ഞാൻ റിസപ്ഷനിലേക്ക് പോയി ചോദിച്ചു. അവർ നല്ല രീതിയിൽ തന്നെ അന്വേഷണമൊക്കെ നടത്തിയായിരുന്നു, പക്ഷെ അവർക്കും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അവരെന്നോട് പറഞ്ഞത് പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കാനായിട്ടാണ് പറഞ്ഞത്. പക്ഷേ കംപ്ലൈൻറ്റ് കൊടുക്കാത്തതിന് കാരണം നീ കാണണോ ഞാൻ കംപ്ലൈൻറ്റ് കൊടുക്കാത്തത്? ഞാൻ കാരണോ? അതെ, ഞാൻ കംപ്ലൈൻറ്റ് കൊടുത്താൽ നീ കുടുങ്ങുമല്ലോ. അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞത്? അയ്യോ, ഞാൻ ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല. നിന്റെ ഒരു മുറപ്പെണ്ണുണ്ടല്ലോ, അവള് കഴിഞ്ഞ ദിവസം നമ്മുടെ റൂമിൽ കയറി വന്നത് നിനക്ക് ഓർമ്മയില്ലേ? ഇനി അവളെങ്ങാനും ആണോ എന്തെങ്കിലും ചെയ്തതെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അവളാണോ ഇനി പാസ്പോർട്ട് എടുത്തുകൊണ്ട് പോയത്? വേറെ ആരും നമ്മുടെ റൂമിൽ വന്നിട്ടില്ല. പോലീസ് അങ്ങനെ വന്ന അന്വേഷണം തുടങ്ങുവാണെങ്കിൽ നിന്റെ മുറപ്പെണ്ണിൻ്റെ പേര് പറയേണ്ടി വരും. നിന്റെ മുറപ്പെണ്ണിൻ്റെ അടുത്ത് പോലീസുകാർ അന്വേഷിക്കാൻ പോകും. പിന്നെ നിന്റെ ബന്ധുക്കളൊക്കെ സത്യങ്ങൾ അറിയില്ലേ? അതാ ഞാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ഞാൻ പോലീസ് കംപ്ലൈൻറ്റ് ചെയ്യാതിരുന്നത്. മോള് പറഞ്ഞപ്പോഴാണ് എന്നെ അത് ആലോചിച്ചത്. അവളിവിടെ വന്നിരുന്നു അല്ലേ? ശരിയാണല്ലോ, അവളുടെ പേര് സരിയുന്ന. എന്നെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അവളാ. ചിലപ്പോൾ അവളുടെ പാരൻസ് പറഞ്ഞിട്ടായിരിക്കും അവൾ ഇവിടെ വന്നത്. ഞാൻ എവിടെയെങ്കിലും പോകുന്നുണ്ടെന്ന് അവർ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മണത്ത് അറിഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. പക്ഷെ അത് അറിയാനുള്ള സാഹചര്യമൊന്നും ഞാൻ ഒരുക്കിയിട്ടുണ്ടായിരുന്നില്ല. പറയാൻ പറ്റില്ല. അവൾ ചിലപ്പോൾ മനഃപൂർവ്വം ഇവിടെ വന്നതായിരിക്കും. പക്ഷേ അവൾ ഇവിടെ കൊണ്ടുവന്നതും തിരിച്ചു കൊണ്ടുപോയത് ഞാനാണല്ലോ. അവളുടെ കയ്യിൽ അങ്ങനത്തെ ഒരു തെളിവോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. സാരില്ല മോളെ, ഒരു കാര്യം ചെയ്യാം, ഞാൻ വീട്ടിൽ പോയിട്ട് അവളുടെ റൂമൊക്കെ ഒന്ന് പരിശോധിക്കട്ടെ. അങ്ങനെ പാസ്പോർട്ട് ടിക്കറ്റും എങ്ങാനും കിട്ടുവാണെങ്കിൽ ഞാൻ മോളൂനെ വിളിച്ചു പറയാം. ശരിയിടാ എന്ന് പറയാണ്. ശേഷം മനോഹർ അവിടെ നേരെ സരിയുവിൻ്റെ അടുത്തേക്ക് പോകുവാട്ടോ. ആ സമയത്ത് സരിയു അവിടെ ഉണ്ടാവില്ല. മനോഹർ വേഗം തന്നെ സരിയുവിൻ്റെ അലമാരെ പരിശോധിക്കാൻ വേണ്ടി നോക്കുവാണ്. എങ്കിൽ അവൾ അത് എടുത്തിട്ടുണ്ടാവുകയാണെങ്കിൽ ഇവിടെ എങ്ങാനും തന്നെ അവളുടെ അടുത്തുണ്ടാവും. ഇനി അവളത് നശിപ്പിച്ചിട്ടുണ്ടാവോ? എന്തായാലും അവളുടെ അലമാര ഒന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് താക്കോ എടുത്തിട്ട് മനോഹർ അലമാര തുറക്കാട്ടോ. അതിൽ സരിയുടെ ഡ്രസ്സുകളൊക്കെ തപ്പി നോക്കുമ്പോൾ അതിൽ ഒരു കവർ കാണുന്നുണ്ട്. ആ കവർ പതുക്കെ മനോഹർ തുറന്നു നോക്കുമ്പോൾ ഞെട്ടിപ്പോവാണ്. മനോഹറിൻ്റെ മരിയയുടെ പാസ്പോർട്ട് അതിൽ ഭദ്രമായിട്ടുണ്ട് കേട്ടോ. ഓഹോ, അപ്പൊ പാസ്പോർട്ട് എടുത്തത് ഇവള് തന്നെയാണ്. എല്ലാം അപ്പൊ അവൾ അറിഞ്ഞു.
അപ്പോൾ അവൾ അല്ല അറിഞ്ഞിട്ട് അറിയാത്ത പോലെ അഭിനയിക്കുകയാണ്. കൊള്ളാം, പാസ്പോർട്ട് എടുത്ത് മാറ്റി കള്ളി, എൻ്റെ സമയവും കളഞ്ഞു, ഇപ്പം അമേരിക്കയിൽ പോകേണ്ട ഞാനാണ് എല്ലാം അറിഞ്ഞിട്ട് അവൾ എൻ്റെ മുമ്പിൽ നന്നായിട്ട് അഭിനയിക്കുകയാണ്, എങ്കിൽ അവളെ സൂക്ഷിക്കണം എന്ന് മനോഹർ ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവിടേക്ക് സരി വരുവാണ്. മനുവേട്ട എന്ന് വിളിക്കുമ്പോൾ മനോഹർ പെട്ടെന്ന് ഇങ്ങനെ നെട്ടുമായിട്ട്, ആ മോളു മനുവേട്ടൻ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാനാ മനുവേട്ട വിളിച്ചത്, മനുവേട്ടൻ എന്താ നെട്ടിയത്? ഒന്നുമില്ല മോളു. അല്ല മനുവേട്ടൻ നെട്ടി, എന്താ മനുവേട്ട കാര്യം? ഒന്നുമില്ല. അല്ല മനുവേട്ടൻ എന്താ ആകെ വിഷമിച്ചിരിക്കുന്ന പോലെ? ഒന്നുമില്ല മോളു, എനിക്കൊന്നുമില്ല എന്ന് പറയാണ്. അല്ല മനുവേട്ടൻ എന്തോ ടെൻഷനുള്ള പോലത്തെ എനിക്ക് തോന്നി. ഒന്നുമില്ല മോളു, ഞാനൊന്ന് പുറത്തു വരെ പോവാ. എന്താ മനുവേട്ട, എന്തെങ്കിലും മീറ്റിങ്ങോ കാര്യങ്ങളോ ഉണ്ടോ? അതേ ഉണ്ട്, ഞാൻ പെട്ടെന്ന് തന്നെ വരാം മോളു. ശരി എന്ന് പറയാണ്. അങ്ങനെ മനോഹർ അവിടുന്ന് നൈസായിട്ട് അവിടെ നിന്ന് പോകുവാട്ടോ. പോയിട്ട് നേരെ പോണ മരിയയുടെ അടുത്താണ്. മരിയ ആ സമയത്ത് പള്ളിയിലൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പാസ്പോർട്ട് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട്. ആ സമയത്താണ് അവിടേക്ക് മനോഹർ വരുന്നിട്ട് മോളു എന്ന് വിളിക്കുകയാണ്. മരിയക്ക് സന്തോഷമാവാണ്. മരിയ വേഗം മനോഹറിനെ നോക്കുമ്പോഴേക്കും മനോഹർ ആ പാസ്പോർട്ട് മരിയ എന്നെ കാണിക്കേണ്ടത്, ഇത് കണ്ടില്ലേ, ഇത് കിട്ടി. ഇത് കിട്ടിയോ? ഇത് എവിടെ ഉണ്ടായി? ഞാൻ പറഞ്ഞില്ലേ എൻ്റെ എന്നെ കെട്ടാൻ വേണ്ടി നിൽക്കുന്ന എൻ്റെ ഒരു മുറപ്പിൻ്റെ കാര്യം, അവളുടെ കയ്യിൽ ഈ പാസ്പോർട്ട് ഉണ്ടായിരുന്നു. അവളുടെ അലമാര പരിശോധിച്ചപ്പോൾ കിട്ടിയതായത്. ഞാൻ പറഞ്ഞില്ലടാ, അവരാരെങ്കിലും ആയിരിക്കും ഇത് മോഷ്ടിച്ചത്. ഞാൻ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവളെ കൊണ്ട് എൻ്റെ അമ്മാവന്മാരും അമ്മായിമാരും ചെയ്യിപ്പിച്ചായിരിക്കും. എങ്കിലും അവരെ സൂക്ഷിക്കണമല്ല. നീ എന്നെ അത്രമാത്രം അവർ സ്നേഹിക്കുന്നുണ്ടല്ലോ. ഉണ്ട് മോളു, അതിൽ ഞാൻ പറഞ്ഞ അവരെ സൂക്ഷിക്കണമെന്ന്. എന്നാലും ഇത് കിട്ടിയല്ലോ. എടാ ഞാനേ എന്നാൽ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോകാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാം. ശരി മോളു, എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് പോകണോടാ. ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അത് മരിയയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് മനോഹർ. ശേഷം കാണിക്കുന്ന സരയൂനെയാണ്. സരയു അലമാര നോക്കുമ്പോഴേക്കും പാസ്പോർട്ട് കാണുന്നില്ല കേട്ടോ. സരയൂനെ പ്രാന്ത് പിടിക്കുകയാണ്. അപ്പോഴേക്കും അവിടേക്ക് ഷാനി വരുന്നുണ്ട്. മോളെ എന്ന് വിളിക്കുകയാണ്. എന്താന്ന് ചോദിക്കുമ്പോൾ മോളെ നിന്റെ പെരുമാറ്റമൊക്കെ കണ്ടിട്ട് എനിക്കാകെ പേടിയാവാ. മോളെ നമുക്ക് നല്ലൊരു ഹോസ്പിറ്റലിൽ പോയാലോ? എന്തിന്? അല്ല ഹോസ്പിറ്റൽ ഡോക്ടറെ കാണാനായിട്ട്. ശരിയാ, നിങ്ങൾ എത്രയും പെട്ടെന്ന് നല്ലൊരു ഹോസ്പിറ്റലിൽ പോകണം. നിങ്ങളുടെ ഭർത്താവ് ജയിലിലാണല്ലോ. നിങ്ങൾ ആറ്റുനൊട്ട് വളർത്തിയ മകൾ നിങ്ങളുടെ എല്ലാം നിറഞ്ഞു. അപ്പം നിങ്ങളുടെ മാനസിക നില തെറ്റും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകണം. അയ്യോ മോളെ, ഞാൻ എനിക്ക് വേണ്ടില്ല, മോൾക്ക് വേണ്ടിയിട്ടാ. മോള് മനോഹറിൻ്റെ മുമ്പേ മാത്രമേ മര്യാദക്ക് പെരുമാറാനുള്ളൂ. ബാക്കിയല്ലാത്ത മോള് വല്ലാത്ത രീതിയിലാണ് പെരുമാറുന്നത്. അതെ, കാരണം എന്തെന്നറിയാവോ? എൻ്റെ മനുവേട്ട മാത്രമേ പെർഫെക്റ്റ് ആയിട്ടുള്ളൂ, മിസ്റ്റർ പെർഫെക്റ്റ്. ബാക്കി എല്ലാവരും മോശപ്പെട്ടവരാ, എല്ലാവരും അഭിനയിക്കുന്നവരാ. പക്ഷെ എൻ്റെ മനുവേട്ടൻ അങ്ങനെയല്ല. അതുകൊണ്ട് എൻ്റെ മനുവേട്ടന് ഞാനും മാത്രമേ നല്ല ആൾക്കാരുള്ളൂ, ബാക്കി എല്ലാവരും കൊള്ളത്തില്ല എന്നൊക്കെ സരു ആകെ പ്രാന്ത് പിടിച്ച പോലെ പറയാട്ടോ. അത് കേൾക്കുമ്പോഴേക്കും ഷാരിക്ക് ആകെ വിഷമമാവാന്നാണ്. ഷാരി അടുത്ത് പറയുന്നുണ്ട് സരിയോ, അതെ നിങ്ങളൊന്നില്ലെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ, അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ കൊല്ലട്ടെ എന്ന് പറഞ്ഞ് നെക്കുവാണ്, ഇങ്ങനെ കഴുത്തിന് പിടിച്ച് നെക്കുവാണ്. മോളെ നീ എന്തൊക്കെയാ കാണിക്കുന്നത്? എൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോ എന്ന് പറയുമ്പോഴേക്കും ഷാരി അവിടെ നിന്ന് ഇറങ്ങി പോകുക കേട്ടോ. സരിയോ ആകെ വട്ട് പിടിച്ച പോലെ അവിടെ നിൽക്കുവാണ്. പിന്നീട് കാണിക്കണത് കിരണിനെയും കല്യാണിനെയും ആട്ടോ. അവരുണ്ടരും കൂടി വിക്രത്തിനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് വരുന്ന സമയത്ത് വിക്രം പ്രകാശിനോട് ചോദിക്കേണ്ടത്, സത്യം പറ, നിങ്ങളല്ലേ എന്നെ ഒറ്റിക്കൊടുത്തത്? അല്ല മോനെ, ഞാൻ നിന്നെ ഒറ്റിയിട്ടില്ല. ഞാൻ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നിങ്ങൾ കല്യാണിനെ വിളിച്ചു പറഞ്ഞു അല്ലേ, കിരണിനെ വിളിച്ചു പറഞ്ഞു അല്ലേ? ഇല്ല മോനെ, എനിക്കറിയില്ലല്ലോ നീ എവിടെയാ പോയെന്ന്. എടോ, എൻ്റെ മനസ്സിലെ കല്യാണിൻ്റെ കുറിച്ചുള്ള വിഷം കുത്തിച്ചത് താനാ. ഞാൻ ചെറുപ്പമാരി ഇന്ന സമയത്ത് തന്നെ കല്യാണിനെ വെറുക്കാൻ പഠിപ്പിച്ച താനും തൻ്റെ ആ കിളവിയുണ്ടല്ലോ അമ്മ, അവരും കൂടിയിട്ടാ എന്നെ പെണ്ണുങ്ങളെ വെറുപ്പിക്കാൻ പഠിച്ചത് താനാടോ. പക്ഷെ എൻ്റെ മനസ്സിലെ വെറുപ്പ് പോവില്ല. താൻ എന്നെ ഈ അവസ്ഥയിലാക്കിയത്. താൻ നോക്കിക്കോ, തൻ്റെ മകളുണ്ടല്ലോ കല്യാണി, അവളെ ഞാൻ കൊല്ലും, ഞാൻ മരിക്കുന്ന മുമ്പ് അവളെ ഞാൻ കൊല്ലും എന്നൊക്കെ പറയാണ്. അതൊക്കെ പ്രകാശം മനസ്സിൽ വിചാരിക്കണേ, ഇല്ലടാ ഞാൻ ജീവനോട് ഇരിക്കുമ്പോൾ എൻ്റെ പെൺമക്കളെ നീ ഒന്നും ചെയ്യില്ല എന്ന് പ്രകാശം മനസ്സിൽ വിചാരിക്കുന്ന സമയത്താണ് അവിടേക്ക് കിരണും കല്യാണിയും കൂടി വരണം കേട്ടോ. കിരൺ പറയുന്നുണ്ട്, എന്താണ് തൻ്റെ മോൻ തന്നോട് പറയണത് എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ലടാ മോനെ എന്ന് പ്രകാശം പറയാണ്. കല്യാണി പറയണ്ട, അച്ഛനോട് ഞാൻ പറഞ്ഞില്ലേ ഇവൻ്റെ കൂടെ കൂടരുതെന്ന്. ഇവൻ എന്താ പറഞ്ഞിട്ടുണ്ടാവുന്നത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങളെ കൊല്ലുന്ന കാര്യമായിരിക്കും അല്ലേ? എടാ വിക്രമേ, നീ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് അറിയായിരുന്നു നീ ഞങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ടേ നടക്കുള്ളൂ. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ എപ്പോഴും ആളുകൾ ഉണ്ടായിരുന്നടാ എന്ന് പറയാണ്. അത് കേട്ട് ദേഷ്യത്തോട് കൂടി നോക്കുന്ന വിക്രത്തിനെ കാണിച്ചിട്ടാണ് എപ്പിസോഡ് തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.